നമ്മോടൊപ്പമുള്ളത് പ്രമുഖ പണ്ഡിതനും എഴുത്തുകാരനും സാമൂഹ്യ പ്രവർത്തകൻ, ആരോഗ്യ പ്രവർത്തകൻ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ മേഖലയിൽ തന്റേതായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഖാലിദ് മൂസ നദ്വി അവറുകളാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു സ്വതന്ത്ര ഇസ്ലാമിക പണ്ഡിതൻ എന്ന അർത്ഥത്തിൽ താങ്കൾക്ക് തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ വ്യത്യസ്തമായ അനുഭവങ്ങളുണ്ട്. അതിൽ താങ്കളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായ ഒരു കാലം എന്ന് പറയുന്നത് സംഘടനാ സ്വഭാവത്തിൽ ധാരാളം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ഒരു വ്യക്തി എന്നതാണ്. അതിനുശേഷവും താങ്കൾ സ്വതന്ത്രമായ ഒരു ഇസ്ലാമിക ചിന്തകൻ എന്ന അർത്ഥത്തിൽ ഇന്ന് താങ്കളുടെ ദൗത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ രണ്ട് തലങ്ങളെയും രണ്ട് രീതിയിലുള്ള പ്രവർത്തനങ്ങളെയും താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വളരെ സ്വതന്ത്രമായിട്ട്, എന്നാൽ സ്വദേശികമായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളതാണ് ഇത്തരമൊരു അഭിമുഖത്തിന് സന്നദ്ധമാകുന്നതിൻ്റെ താല്പര്യം. ഉത്തരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ആ ഒരു താല്പര്യം ഖുർആനികമായ ഒരു വചനത്തിലൂടെ വ്യക്തമാക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ്. എന്തിനാണ് സംസാരിക്കുന്നത്, എന്തിനാണ് ചോദ്യങ്ങളോട് പ്രതികരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ, ഇസ്ലാഹ് നിർമ്മാണം, സംസ്കരണം, പരിഷ്കരണം മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ്. ഒമാ തൗഫീഖ് ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി അങ്ങനെ സംസാരിക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം തന്നെ ബൃഹത്തായ ചോദ്യമാണ്. അതിന്റെ മുഴുവൻ ഉത്തരങ്ങളും ഒരൊറ്റ സംസാരത്തിൽ വരണമെന്നില്ല. കാരണം ഒരുപക്ഷെ മറ്റ് അന്വേഷണങ്ങളുടെയും ചോദ്യങ്ങളുടെയും തുടർച്ചയിലും അത് കടന്നു വരാവുന്നതാണ്. ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകൻ എന്ന നിലക്കാണ് ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഘട്ടം, ഏതാണ്ട് നൂറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്ന ജീവിതത്തിന്റെ പ്രധാന ഘട്ടം ചെലവഴിച്ചത് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വീട്ടിൽ ജനിക്കുക വഴി ജമാഅത്തെ ഇസ്ലാമിയുടെ അംഗമായ ഒരു പിതാവിന്റെ മകനായിട്ട് ജനിക്കുക വഴി ചെറുപ്പത്തിൽ തന്നെ, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പ്രബോധനം വായിച്ച് അതിൻ്റെ ഒരു ശൈലിയും രീതിയും അതുവഴി ഇസ്ലാമിനെ കുറിച്ചുള്ള കൃത്യതയുള്ള ഒരു കാഴ്ചപ്പാട് ലഭിക്കുക വഴി വളരെ ഇഖ്ലാസോടുകൂടി ആ ഒരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട അനുഭവം. അതുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ട് മറ്റൊരു അനുഭവത്തെ വിശകലനം ചെയ്യാൻ മാത്രമുള്ള കാലം, സംഘടനാപരമായ ബന്ധങ്ങൾ വേർപെടുത്തി പ്രവർത്തിച്ച് പരിചയിച്ച ഒരു ഘട്ടമൊന്നും ഇല്ല. താരതമ്യത്തിനും വേണമെങ്കിൽ ഒരു കുഫു എന്ന് പറയുന്ന, ഒരു ചേർച്ച എന്ന് പറയുന്ന ഒരു ഘടകം. അതുകൊണ്ട് ദീർഘമായ അനുഭവം ഇല്ലാത്തതുകൊണ്ടും പൂർണ്ണാർത്ഥത്തിൽ പ്രസ്ഥാനത്തിന്റെ എല്ലാ സംവിധാനങ്ങളിൽ നിന്നും വേർപെട്ട് സ്വതന്ത്രനായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ഒരു അന്തരീക്ഷം രൂപപ്പെടാത്തതുകൊണ്ടും ദീർഘകാലത്തെ സംഘടനാ പ്രവർത്തനാനുഭവങ്ങളും വളരെ ഹ്രസ്വകാലത്തെ സ്വതന്ത്ര പ്രവർത്തനം എന്ന് പറയാൻ പറ്റുമെങ്കിൽ ആ പ്രവർത്തനാനുഭവങ്ങളെയും വിശകലനം ചെയ്യാനുള്ള ഒരു ഒരു കാലദൈർഘ്യം നമ്മുടെ മുമ്പിൽ വന്നിട്ടില്ല. പിന്നെ ചിന്തകൻ തുടങ്ങിയ പരാമർശങ്ങളോട് തൽക്കാലം യോജിക്കുന്നില്ല. വായിക്കുക, പഠിക്കുക, അറിയുന്നത് പറയുക എന്നുള്ളതാണ്. അതുകൊണ്ട് ചിന്തകൻ എന്നൊക്കെ പറയുന്നത് വളരെ ഉയർന്ന ഒരു തലമാണ്. അതിലേക്ക് ഞാനിപ്പോൾ ഏതായാലും എന്നെ പൊസിഷൻ ചെയ്യുന്നതിനോട് യോജിക്കുന്നില്ല. ജമാഅത്തെ ഇസ്ലാമിയിലെ പ്രവർത്തനാനുഭവം എന്ന് പറയുന്നത് വളരെ, അതിന്റെ അവസാന 4 വർഷം ഒഴിവാക്കിയാൽ വളരെ ഹൃദയവും
സന്തോഷകരവും ആനന്ദകരവും വലിയ അനുഭവങ്ങളും ഉള്ളതാണ്. ആ അനുഭവങ്ങൾ എന്ന് പറയുന്നത് ദീനീയ അനുഭവങ്ങൾ തന്നെയാണ്. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്നു, ദീനിന് മുൻഗണന നൽകുന്നു, ദീനിന്റെ ആഗ്രഹങ്ങളെ, ദീനിന്റെ താല്പര്യങ്ങളെ ഏറ്റവും ഉയർന്ന തലത്തിൽ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യും. അവിടെ കുടുംബം, വ്യക്തി, സമ്പാദ്യം, വ്യക്തിയുടെ വളർച്ച, ഉയർച്ച, സ്ഥാനമാനങ്ങൾ ഇതെല്ലാം തന്നെ വിസ്മരിക്കുകയും ത്യജിക്കുകയും ചെയ്തുകൊണ്ട് ഒരു പക്ഷേ തസവുഫിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മഹബ്ബത്തുള്ള ഇഷ്ക ഇലാഹി, അള്ളാഹുവിനോടുള്ള ഇഷ്കിൽ, സ്നേഹത്തിൽ, മഹബ്ബത്തിൽ, അനുരാഗത്തിൽ പ്രചോദിതമായ ഒരു കാലഘട്ടമായിട്ടാണ് അതിനെ ഞാൻ വിലയിരുത്തുന്നത്. പിന്നീട് അകലാനുണ്ടായ ഘടകത്തെ കുറിച്ച് ഇപ്പോൾ വിശദമായി പറയുകയല്ല, ചിന്തിക്കുകയാണെങ്കിൽ ആ ഇഷ്കെ ഇലാഹി എന്ന് പറയുന്ന, മഹബത്തുള്ള എന്ന് പറയുന്ന ആ ഒരു തലത്തിനപ്പുറത്തേക്ക് സംഘടനാപരമായ സംവിധാനങ്ങൾ വ്യതിചലിക്കുകയോ അതിന് ഡീവിയേഷൻ വരികയോ ആ അർത്ഥത്തിലുള്ള പോറലേൽക്കുകയോ ചെയ്യുമ്പോഴാണ് പിണങ്ങുകയോ അകലുകയോ ചെയ്യേണ്ടി വരുന്നത്. അതിനുശേഷവും ജമാഅത്തെ ഇസ്ലാമി ഉൽപ്പാദിപ്പിച്ച, അഥവാ ഇസ്ലാം ഉൽപ്പാദിപ്പിച്ച, അഥവാ ഖുർആൻ സുന്നത്തും ഉൽപ്പാദിപ്പിച്ച, തദടിസ്ഥാനത്തിൽ സയ്യിദ് അബുൽ കലാം മൗദൂദിയുടെ ഗ്രന്ഥങ്ങൾ ഉൽപ്പാദിപ്പിച്ച ഇസ്ലാമിക മനോഭാവങ്ങളിലോ മാനസികാവസ്ഥകളിലോ ഒരു മാറ്റവും വന്നിട്ടില്ല. കാരണം എന്താണ് ചോദിച്ചത്? അതിനെക്കുറിച്ച് ഒറ്റ വരി പറഞ്ഞുകൊണ്ട് ഈ ഒരു പതിയാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, അള്ളാഹുവിന്റെ ദീനിൽ പെടാത്ത ഒരു വരിയും സയ്യിദ് അബുൽ കലാം മൗദൂദി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ ദീനിൽ പെട്ട ഏതെങ്കിലും ഒരു വരിയെ അദ്ദേഹം നിഷേധിച്ചിട്ടുമില്ല എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ ഐഡിയോളജിക്കലി സൗണ്ടായ, ചിന്താപരമായി വളരെ ഭദ്രമായ ഒരു സംവിധാനമാണ് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനം. പക്ഷെ അത് സംഘടനയായിട്ട് വളർന്ന് വികസിച്ചു വലുതായപ്പോൾ അതിന്റെ പലതരം ഐഡിയോളജിക്കലായ താല്പര്യങ്ങളോടും പലതരത്തിലുള്ള ഡാമേജ് സംഭവിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ വേർപെട്ട് പുറത്തിറങ്ങി പ്രവർത്തിക്കുമ്പോഴുള്ള ഏറ്റവും വലിയ നല്ല ഫീലിംഗ് എന്താണെന്ന് ചോദിച്ചാൽ അത് മാത്രം പറയാം. കാരണം സംഘടനയുടെ അകത്ത് നിൽക്കുമ്പോൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്ത ദീൻ, ആ ദീനിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ സംവിധാനങ്ങളുടെ മുമ്പിലും ഒന്നുകിൽ മൗനമോ അല്ലെങ്കിൽ തീർത്തും അതിനെ അനുകൂലിച്ചും ന്യായീകരിച്ചും സംസാരിക്കേണ്ടതായ ഒരു അന്തരീക്ഷമോ ഉണ്ടാവും. ആ ഒരു കുരുക്കിൽ നിന്നും കുറുസിൽ നിന്നും രക്ഷപ്പെട്ട ഒരു ഷറഹുസത, ഒരു വിശാലത അനുഭവിക്കുന്നു. കാരണം ദീനിനോട് ചേർന്നുകൊണ്ട്, ഖുർആനിനോട് ചേർന്നുകൊണ്ട്, സുന്നത്തിനോട് ചേർന്നുകൊണ്ട്, ഇസ്ലാമിക സമൂഹത്തിന്റെ വിപുലമായ ദീനി താല്പര്യങ്ങളോട് ചേർന്നുകൊണ്ട് വളരെ ഉള്ളു തുറന്ന്, ഹൃദയം തുറന്ന്, സധൈര്യം സംസാരിക്കാൻ കഴിയുമെന്നുള്ള ഒരു ക്യാമ്പസ്, ഒരു പശ്ചാത്തലം രൂപപ്പെടുന്നു എന്നുള്ളതാണ് സംഘടനാ വേർപെടലിന്റെ ഏറ്റവും പോസിറ്റീവായ, ഏറ്റവും ഹൃദ്യമായ ഒരനുഭവം. 1924 ഇസ്ലാമിക ഖിലാഫത്തിന്റെ ഔദ്യോഗിക റദ്ദ് ചെയ്യൽ പ്രഖ്യാപനത്തിന് ശേഷമാണല്ലോ ഇസ്ലാമിക ലോകത്ത് സംഘടനകൾ എന്ന് പറയുന്ന പരീക്ഷണങ്ങൾക്ക് തുടക്കമാകുന്നത്. കേരളത്തിൽ പ്രത്യേകിച്ച് ഇസ്ലാമിക സംഘടനകളുടെ വലിയ അതിൻ്റെ പോരാട്ടത്തിൻ്റെയും അതിൻ്റെ ചുവടുവെക്കലിൻ്റെയും അതിൻ്റെ പ്രക്ഷോഭിതമായ ഒരു കാലത്തെയും ഒക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു നൂറ്റാണ്ട് പിന്നിടുമ്പോൾ കേരളീയ സാമൂഹ്യ പരിസരത്ത് നിന്ന് ഇസ്ലാമിക സംഘടനകളെ നമ്മൾ വീക്ഷിക്കുമ്പോൾ അതിൻ്റെ ഒരു അസ്തമയ കാലത്തെയാണ് അഭിമുഖീകരിക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ അത് എത്രത്തോളം സത്യമാകും, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാമൂഹിക ഉള്ളടക്കം ഇസ്ലാമിക ലോകത്തുണ്ടോ? വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത്. സംഘടനകൾ എന്നുള്ളത്, സംഘടനകൾ രൂപീകരിച്ചത് തന്നെ ശരിയായിട്ടുണ്ടോ എന്ന ചർച്ചയ്ക്ക് പ്രസക്തിയുണ്ട്. അതുപോലെ ഇസ്ലാമിൻ്റെതായ ഒരു ഇസ്തിലാഹിൽ നിന്നുകൊണ്ട് എവിടെയാണ് ഇത് പൊസിഷൻ ചെയ്യേണ്ടത്? ഇത് ഇജ്തിഹാദിയായ ഗവേഷണാത്മകമായ ഒരു ഉത്തരമാണ്, അതല്ല ബിദ്അത്ത് എന്ന് പറയുന്ന ഒരു നവീന പ്രവണതയാണ്. ഇത്തരം അന്വേഷണങ്ങൾക്കൊക്കെ പ്രസക്തിയുണ്ട്.
സംഘടനകൾ കാലം അനിവാര്യമാക്കിയ ഒരു തിന്മയായിരുന്നു? ഇതും അന്വേഷിക്കേണ്ട വിഷയമാണ്. ദീനിന്റെ ഇസ്ലാമിന്റെ അടിസ്ഥാന കാഴ്ചപ്പാടിൽ നിന്ന് പരിശോധിക്കുകയാണെങ്കിൽ സംഘടിതത്വം എന്ന് പറയുന്നത് ഇസ്ലാമാണ്. ഒറ്റക്കൊറ്റക്ക് വ്യക്തികളായി ജീവിക്കുക എന്ന സങ്കല്പം ഇസ്ലാമിലില്ല. ഖുർആനിൽ അതിന് അടിത്തറയിട്ടുണ്ട്, അടിസ്ഥാനപരപ്പെട്ടുണ്ട്. ഒരു മുസ്ലിം വ്യക്തി 3 അനുസരണങ്ങളിൽ ബന്ധിതനാകുന്നു എന്ന് ഖുർആനിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അള്ളാഹുവിനുള്ള അനുസരണം, അള്ളാഹുവിന്റെ റസൂലിനുള്ള അനുസരണം. അവിടെ പറഞ്ഞ് നിർത്തിയിരുന്നുവെങ്കിൽ സംഘടന അല്ലെങ്കിൽ സംഘടിത ജീവിതം തന്നെ പ്രസക്തമാവില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏതൊരു വ്യക്തിക്കും ഒറ്റക്കൊറ്റയ്ക്ക് അനുസരിച്ച് ജീവിക്കുക റസൂലിന്റെ അഭാവത്തിൽ പ്രത്യേകിച്ചു. പക്ഷേ ഖുർആൻ അതിനോട് ഒന്നുകൂടി ചേർത്ത് വെച്ചിരിക്കുന്നു ഉലുൽ അംരി മിൻകും. ഉലുൽ അംർ എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ് ഖുർആനിൽ. എനിക്ക് എന്റേതായ ഒരു കൈകാര്യ കർത്താവ്, ഒരു ലീഡർഷിപ്പ്, ഒരു നേതൃത്വം, എന്റെ കാര്യങ്ങൾ ശരിപ്പെടുത്തി തരുന്ന, എനിക്ക് വഴികാട്ടുന്ന, എനിക്ക് മുർഷിദായിട്ടും അമീറായിട്ടും ഒക്കെ നിലനിൽക്കുന്ന ഒരു ഏജന്റ്, ഒരു അവസ്ഥയെ കുറിച്ച് ഖുർആൻ മുന്നോട്ട് വെക്കുന്നത്. അതാണ് ഉലുൽ അംർ എന്ന് പറയുന്ന സങ്കല്പം. റസൂലുള്ളാഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ആ ഒരു സ്ഥാനത്തുണ്ടായിരുന്നത്, പൊസിഷനിൽ ഉണ്ടായിരുന്നത് ഖിലാഫത്താണ്. ഖിലാഫത്ത് പോയതോടുകൂടി ഇനി എന്ത് എന്നൊരു പ്രശ്നം ലോക മുസ്ലിങ്ങളിൽ ആകെ പടർന്നിട്ടുണ്ട്. ദുർബലമാണെങ്കിലും ഞാൻ ഖലീഫയുടെ കീഴിലാണ്, ഖലീഫയുടെ ലീഡർഷിപ്പിലാണ് ഞാൻ ജീവിക്കുന്നത് എന്നൊരു ഫീലിംഗ്, ഒരു മാനസികാവസ്ഥ ലോകത്തിലെ മുഴുവൻ മുസ്ലിങ്ങൾക്കും ഉണ്ടായിരുന്നു എന്നതൊരു ചില്ലറ കാര്യമല്ല. അത് ഒരു ആഗോള ഘടനയാണ്, ഒരു സാർവദേശീയമായ ഒരു സ്ട്രക്ചറാണ്. അത് റദ്ദ് ചെയ്തു ബ്രിട്ടീഷുകാർ, വൻശക്തികൾ വന്നുകൊണ്ട് റദ്ദ് ചെയ്തു. അല്ലെങ്കിൽ ഇസ്ലാമിൽ കടന്നുകൂടിയ സെക്യുലർ ഫോഴ്സുകൾ വന്നുകൊണ്ട് അത് റദ്ദ് ചെയ്തു. പിന്നീട് ഇസ്ലാമിക നവോത്ഥാന പ്രക്രിയകൾ ഇസ്ലാമിക സമൂഹത്തിൽ ഉണർവിനും മാർഗനിർദ്ദേശത്തിനും പുതിയ കാലഘട്ടത്തെ അഭിമുഖീകരിക്കാനും പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്ത ലീഡേഴ്സ് പകരം കണ്ടെത്തിയതാണ് സംഘടന രൂപീകരിക്കുക എന്ന് പറയുന്ന കാര്യം. ജമാഅത്ത് ഇസ്ലാമി രൂപം കൊണ്ടു, അല്ലെ ഇഖ്വാനുൽ മുസ്ലിം രൂപം കൊണ്ടു. അതുപോലെ ചെറുതും വലുതുമായ ഒരുപാട് സംഘടനകൾ ലോകത്താകെ രൂപം കൊണ്ടിട്ടുണ്ട്. എന്താണ് സംഘടന ലക്ഷ്യം വെക്കുന്നതെന്ന് ചോദിച്ചാൽ, എന്താണോ ഖിലാഫത്തിലൂടെ ഒരു ഇസ്ലാമിക സമൂഹം സ്വന്തമാക്കിയ നാഥത്വം, ഈ നാഥത്വത്തെ വീണ്ടെടുക്കുക, അനാഥത്വത്തിൽ നിന്ന് നാഥത്വം വീണ്ടെടുക്കുക, ഇസ്ലാമിക സമൂഹത്തെ ഏകീകരിക്കുക, ഇതൊക്കെയായിരുന്നു ലക്ഷ്യം. പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് നമ്മുടെ ചോദ്യത്തിന്റെ ആ മർമ്മം എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും കേരളീയ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആഗോള അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കാം, ദേശീയ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കാം. നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് കേരളീയ അന്തരീക്ഷത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ സംഘടനയുടെ കാലഘട്ടം സമുദായത്തിന്റെ അകത്ത്, ഉമ്മത്തിന്റെ അകത്ത്, മില്ലത്തിന്റെ അകത്ത് വമ്പിച്ച ശൈഥില്യങ്ങൾ ഉത്പാദിപ്പിച്ചു എന്നതാണ് ഏറ്റവും വലിയ നെഗറ്റീവ്. പോസിറ്റീവ് ഇല്ല എന്നല്ല, പോസിറ്റീവ് ഒരുപാടുണ്ട്. ഇന്ന് മുസ്ലിം സമൂഹത്തിൽ നിൽക്കുന്നു, കേരളത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് എത്തി നിൽക്കുന്ന ഇസ്ലാമികമായ എല്ലാ ഉണർവിന്റെയും പുറകിൽ മദ്രസ മൂവ്മെന്റ്, കോളേജ് മൂവ്മെന്റ്, എഡ്യൂക്കേഷണൽ, കൾച്ചറൽ, മാധ്യമ പ്രസ്ഥാനങ്ങൾ, അതുപോലെ തന്നെ ആരോഗ്യ സംവിധാനങ്ങൾ, ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാറ്റിന്റെയും പുറകിൽ സംഘടനയും സംഘടനയുടെ ഫണ്ടിങ്ങും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെ. പക്ഷേ അള്ളാഹുവിന്റെ ദീൻ, ഇസ്ലാമിക സമൂഹത്തിന്റെ പൊതു താല്പര്യം, ഇസ്ലാമികമായ ആദാബുകൾ, മര്യാദകൾ, ഇസ്ലാമികമായ ബന്ധങ്ങൾ, ഇസ്ലാമികമായ സ്നേഹ സൗഹാർദ്ദങ്ങൾ, ഇതൊക്കെ മിസ്സായി, ചില്ലറ മിസ്സിങ്ങൊന്നുമില്ല. ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് ഒരു പള്ളി എന്ന് പറയുന്ന സിസ്റ്റം തന്നെ ഇല്ല. ഒരു നാട്ടിൽ പോയാൽ നമ്മൾ ഏത് പള്ളിയിൽ പ്രവേശിക്കുമെന്ന് ചോദിച്ചാൽ അത് ഒരു സംഘടനയുടെ നിയന്ത്രണത്തിൽ വരുന്ന ഒരു പള്ളി. അതിന്റെ മിമ്പറായാലും അതിന്റെ മെഹ്റാബായാലും അതിന്റെ ഉത്ബോധന പരിപാടികളായാലും ഒക്കെ സംഘടനാ പ്രവർത്തനങ്ങളുടെ ഒരു കളരിയായിട്ട്, ഒരു കേന്ദ്രമായിട്ട് മസാജിദുകൾ മാറുന്നു, മദാരിസുകൾ മാറുന്നു, കുല്ലിയാത്തുകൾ മാറുന്നു. അതുപോലെ തന്നെ വിഷയത്തിൽ നിലപാടെടുക്കുമ്പോൾ സംഘടനാ താല്പര്യത്തിന് വേണ്ടി നിലപാടെടുക്കുന്നു, സംഘടനയുടെ ആവശ്യത്തിന് വേണ്ടി നിലപാടെടുക്കുന്നു. യഥാർത്ഥത്തിൽ
ഈ സംഘടനകളൊന്നും ആരംഭിക്കുമ്പോൾ അങ്ങനെയല്ല പറഞ്ഞത്. സയ്യിദ് അബ്ദുൽ കലാം മൗദൂദി പ്രത്യേകിച്ചും ആ കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ ചരിത്ര രേഖകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, എന്റെ സംഘടനയാണ് ശരി എന്ന നിലപാട് വരുന്നതോടുകൂടി ജമാഅത്തെ ഇസ്ലാമി അപ്രസക്തമാകും എന്നുള്ളതാണ്. എന്റെ സംഘടനയാണ് ശരി, സംഘടന ടൂൾ മാത്രമാണ്. ഞാനിത് ഇവിടെ വെച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. സംഘടന ടൂൾ മാത്രമാണ് ദീനാണ് അടിസ്ഥാനം, സംഘടന ടൂൾ മാത്രമാണ് ഉമ്മത്താണ് അടിസ്ഥാനം എന്ന കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു പ്രയോഗത്തിലെങ്കിലും. അങ്ങനെ ഒരു തത്വം ആരെങ്കിലും രൂപപ്പെടുത്തി എന്ന് അങ്ങനെ പറയാൻ കഴിയില്ല. എല്ലാവരും പ്രസംഗിക്കുമ്പോൾ പറയുക സംഘടനയല്ല വിഷയം ഇസ്ലാമാണ് എന്നാണ്. ഏത് കാര്യങ്ങളെയും വിമർശിക്കുവാനും ചോദ്യം ചെയ്യുവാനും ഏത് സംഘടനാ പ്രവർത്തനം അനുവാദം ഉണ്ടായിരിക്കണം എന്നാണൊക്കെയാണ് പറയുക. പക്ഷെ പ്രാക്ടിക്കലി സംഭവ ലോകത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, സംഘടനാപരമായ ജീർണതകളെ പോലും സംരക്ഷിച്ച് നിലനിർത്തേണ്ട, സംഘടനയിൽ ജീർണിച്ചു പോകുന്ന വ്യക്തികളെ പോലും നിലനിർത്തേണ്ട, സംഘടനയുടെ പ്ലാറ്റ്ഫോമിന്റെ അകത്ത് സംഭവിക്കുന്ന വ്യതിചലനങ്ങളെല്ലാം തന്നെ ഖുർആനിന്റെയും സുന്നത്തിന്റെയും വെളിച്ചത്തിൽ ന്യായീകരിച്ച് സ്ഥാപിച്ചെടുക്കുന്നിടത്തോളം കാര്യങ്ങൾ വഷളായി കഴിഞ്ഞിരിക്കുന്നു എന്നത് സംഭവ വസ്തുതയിൽ തർക്കമില്ല. അപ്പൊ നമ്മൾ വർഗീയതയെ കുറിച്ച് പറയാറുണ്ട്, മൈ കമ്മ്യൂണിറ്റി റൈറ്റ് ഓർ റോങ്. അതുപോലെ സങ്കുചിത ദേശീയതയെ കുറിച്ച് പറയാറുണ്ട്, മൈ നാഷൻ റൈറ്റ് ഓർ റോങ്. സങ്കുചിത ദേശീയത ഉത്ഭവിക്കുന്നത് മൈ നാഷൻ റൈറ്റ് ഓർ റോങ്, ശരിയായാലും തെറ്റായാലും ഞാൻ രാജ്യത്തോടൊപ്പം എന്ന കാഴ്ചപ്പാടില്ല. കമ്മ്യൂണലിസം എവിടുന്ന ഉത്ഭവിക്കുന്നത്? മൈ കമ്മ്യൂണിറ്റി റൈറ്റ് ഓർ റോങ്, ശരിയായാലും തെറ്റായാലും എന്റെ സമുദായം എന്ന വികാരം ഉത്പാദിപ്പിക്കുന്നിടത്ത് നിന്നാണ്. മുസ്ലിം സമുദായത്തിൽ സംഘടനാ കാലഘട്ടം ഉത്പാദിപ്പിച്ച ഏറ്റവും വലിയ തിന്മ ഏതാണ് എന്ന് ചോദിച്ചാൽ, മൈ ഓർഗനൈസേഷൻ റൈറ്റ് ഓർ റോങ്, ശരിയായാലും തെറ്റായാലും ഞാൻ എന്റെ സംഘടനയോടൊപ്പം എന്ന നിലപാടാണ്. അത് നിലവിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്, രൂപപ്പെട്ടു വന്നു കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ ഓരോ സംഘടനയുടെയും സോഷ്യൽ മീഡിയ ഫൈറ്റേഴ്സ്, പോരാളികൾ പണിയെടുക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, സംഘടനാ ജീർണതകളും സംഘടനകളുടെ വ്യതിചലനങ്ങളും സംഘടനയിൽ സംഭവിക്കുന്ന അനാശാസ്യതകളും അന്യായങ്ങളും അനീതികളും ഒക്കെ സംരക്ഷിച്ചെടുക്കാൻ വേണ്ടിയാണ്. ആ അർത്ഥത്തിലാണ് സംഘടനാ യുഗം അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് പറയുന്നത്. അവസാനിച്ചു എന്നതിനേക്കാൾ അള്ളാഹുവിന്റെ ദീനിന്റെ യഥാർത്ഥ താല്പര്യം തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഉമ്മത്തിനെ അടിസ്ഥാനമായി കാണുക. എനിക്ക് മുന്നോട്ട് വെക്കാനുള്ള കാഴ്ചപ്പാട് ഉമ്മത്തിനെ അടിസ്ഥാനമായിട്ട് കാണുക. സംഘടനകൾ പിരിച്ചുകൊണ്ടൊന്നുമല്ല പറയുന്നതിന്റെ അടിസ്ഥാനം. അതേ അവസരം ഈ ഉമ്മത്തിനെ അടിസ്ഥാനമാക്കി കണ്ടിട്ട് ആ ഉമ്മത്തിലെ ഘടകകക്ഷികളായിട്ട് സംഘടനകൾ സ്വയം ചെറുതാവണം. സംഘടനക്ക് അകത്തും പുറത്തുമുള്ള വ്യക്തികൾക്ക് അള്ളാഹുവിന്റെ ദീനിന്റെ വെളിച്ചത്തിൽ കാര്യങ്ങൾ സധൈര്യം പറയാനും വിലയിരുത്താനും. അപ്പൊ കേരള സിസ്റ്റത്തിന്റെ അകത്തൊന്നും തന്നെ വിലയിരുത്തൽ സാധ്യമല്ല. കമ്മ്യൂണിറ്റിക്ക് സോഷ്യൽ ഓഡിറ്റിങ്ങിൽ ഓരോ സംഘടനയും സ്വയം നിന്ന് കൊടുക്കണം. പ്രവർത്തകരെയും അനുവദിക്കണം, അനുഭാവികളെയും അനുവദിക്കണം. യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ശൈലി അതാണ് നമുക്ക് നോക്കിയാൽ കണ്ടെത്താൻ കഴിയും. കാരണം റസൂലുള്ളാഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവാലെ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്, അത് ഖുർആന്റെ രേഖയാണ്. സ്വഹാബത്ത് നബിയാലെ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്, അത് ഹദീസിന്റെ രേഖയാണ്. ഈ രേഖകളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഈ രേഖകളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് എന്നതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, വിമർശനങ്ങളെയും നിരൂപണങ്ങളെയും കേഡറസത്തിൻ്റെതായ ഒരു മതിൽക്കെട്ടിനകത്ത് നിർത്തിക്കൊണ്ട് സംഘടനകളുടെ ജീർണതയ്ക്ക് അവസരം ഒരുക്കുന്നതിന് പകരം സംഘടനകൾ സ്വയം ടൂളായിട്ട് കാണുക, ഇസ്ലാമിനെ അടിസ്ഥാനമായിട്ട് കാണുക, ഇസ്ലാമിക ഉമ്മത്തിനെ ബ്രോഡ് ക്യാൻവാസിൽ കാണുക, ആ രീതിയിലുള്ള ഒരു 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 നവോത്ഥാനത്തിൻ്റെതായ ഒരു പുതുശൈലി, നവോത്ഥാനത്തിൻ്റെതായ ഒരു പുതുവഴി വെട്ടിത്തെളിയിക്കേണ്ട ഘട്ടത്തിലാണ്. പ്രത്യേകിച്ചും സയ്യിദ് അബ്ദുൽ കലാം മൗദൂദിയും ഹസനുൽ ബന്നയും സയ്യിദ് ഖുത്ബും പോലുള്ള മഹാവ്യക്തിത്വങ്ങൾ രൂപപ്പെടുത്തിയ സംഘടനാധിഷ്ഠിത നവോത്ഥാനത്തിൽ നിന്ന് സംഘടനാതീതമായ ഒരു നവോത്ഥാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കേണ്ട ഒരു പ്രവേശന കവാടത്തിലാണ് നമ്മൾ ഉള്ളത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് തന്നെ പറയാൻ സാധിക്കുന്നതാണ്. താങ്കൾ പറഞ്ഞത് പ്രകാരം നമ്മൾ ഖുർആനിലെ ചരിത്രത്തെ വീക്ഷിക്കുമ്പോൾ മതങ്ങൾ നവോത്ഥാനങ്ങളിൽ നിന്ന് പാരമ്പര്യങ്ങളിലേക്ക് വഴിമാറിയപ്പോഴാണ് പുതിയ പ്രവാചകന്മാർ ആഗമനം ചെയ്യുന്നതും
പുതിയ മതങ്ങൾ എന്ന അർത്ഥത്തിൽ പഴയ മതത്തിന്റെ ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ടുള്ള പരിഷ്കാരങ്ങൾ വന്നിട്ടുള്ളത്. അപ്പൊ താങ്കളുടെ സംഘടനകളെ കുറിച്ചുള്ള ചോദ്യത്തിൽ താങ്കളുടെ ഉത്തരങ്ങളിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം, സംഘടനകൾ എന്ന് പറയുന്നത് തന്നെ പുതിയ മതവും പുതിയ ജാതിയും പോലുള്ള ഒരു സവർണ മനോഭാവത്തിന്റെ വികാസങ്ങളിലേക്ക് സഞ്ചരിച്ചിട്ടുണ്ടോ യഥാർത്ഥത്തിൽ? അത്ര കടുത്ത ഒരു വിമർശനവാദം ഞാൻ ഏതായാലും ഉന്നയിക്കുന്നില്ല. അത്തരം കടുത്ത വിമർശനങ്ങളിലേക്ക് സംഘടന ജാതി പോലെയായി, സംഘടന സ്വതന്ത്ര സമുദായങ്ങളായി മാറി എന്ന് ഒരു സംഘടനാ വിരുദ്ധനോ അല്ലെങ്കിൽ സംഘടനാ ബാഹ്യമായിട്ട് പ്രവർത്തിക്കുന്ന ആളിനോ വിമർശിക്കാൻ സഹായകമായി തീരുമാനമുള്ള പ്രവണതകൾ നിലനിൽക്കുന്നുണ്ട് എന്ന് സോഫ്റ്റായിട്ട് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രവണതകൾ നിലനിൽക്കുന്നുണ്ട്. ജാതി ബന്ധങ്ങളെ പോലെ ജാതി ബന്ധങ്ങൾ പോലും അവസാനിക്കണമെന്ന് ആണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന് പറയാനുള്ളത്. ജാതി ബന്ധങ്ങൾ അവസാനിക്കണം, സാമുദായിക ബന്ധങ്ങൾ വിപുലീകരിക്കപ്പെടണം. പക്ഷെ ജാതി ബന്ധങ്ങൾ, ജാതി വൈരുദ്ധ്യങ്ങൾ, സാമുദായിക വൈരുദ്ധ്യങ്ങൾ അതൊക്കെ മറികടക്കുന്ന അതിവിപുലമായ മാനവിക സൗഹാർദ്ദത്തിൻ്റെതായ ഒരു സംസ്കാരമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്, യാ അയ്യുഹന്നാസ് എന്ന സംസ്കാരം. പക്ഷെ അതൊക്കെ പറയുന്നതോടൊപ്പം തന്നെ സംഘടനാ പ്രവർത്തകർക്കിടയിൽ നിലനിൽക്കുന്ന ആഴമുള്ള അകൽച്ച, പരസ്പരം സ്നേഹിക്കാൻ, ബഹുമാനിക്കാൻ, ഉൾക്കൊള്ളാൻ, അംഗീകരിക്കാൻ കഴിയാതിരിക്കുമാറുള്ള സംഘടനാ അകൽച്ച, സംഘടനാ വൈരുദ്ധ്യം, സംഘടനാ പക്ഷപാതിത്വം, ഇതൊക്കെ അതിന്റെ ഒരു മൂർധന്യാവസ്ഥ പ്രാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ജാതി പോലെയായി, സ്വതന്ത്ര സമുദായങ്ങൾ പോലെയായി എന്ന കടുത്ത പദം ഉപയോഗിക്കാതെ തന്നെ വലിയൊരു വൈരുദ്ധ്യം, വലിയൊരു അകൽച്ചയുടേതായ ഒരു വലിയ ഒരു കിടങ്ങ് മുസ്ലിം സമുദായത്തിന്റെ അകത്തുള്ള സംഘടനകൾക്കിടയിൽ ഉണ്ട് എന്നും പുതുതലമുറ അതിലങ്ങേയറ്റം അസ്വസ്ഥനാണിരുന്നു. വളരെ എന്താ പറയാ ലൈവായ കരുത്തുറ്റ സമകാലിക ലീഡർഷിപ്പ് നൽകാൻ കഴിയാതിരിക്കുകയും അതോടൊപ്പം കിടങ്ങുകൾ തീർത്തുകൊണ്ട് സമുദായത്തിലെ ആളുകളെയും വ്യക്തികളെയും കുടുംബങ്ങളെയും ഒക്കെ പ്രദേശങ്ങളെയും ഒക്കെ വളർത്തുകയും ചെയ്യുന്ന ഈ രീതിയിൽ അങ്ങേറ്റം അസ്വസ്ഥരാണ് എന്നതുകൂടി അതിനോട് നമുക്ക് ചേർത്ത് പറയാവുന്നതും വായിക്കാവുന്നതുമാണ്. സംഘടനകൾ, വ്യത്യസ്ത സംഘടനകളിലെ പ്രവർത്തകരുടെ മനോഭാവത്തെ കുറിച്ചാണ് താങ്കൾ പറഞ്ഞതെങ്കിൽ, സംഘടനകളുടെ സാമൂഹ്യ പരിസരത്ത്, വ്യത്യസ്ത സംഘടനകളുടെ സാമൂഹ്യ പരിസരത്ത് ജീവിച്ച ആളുകൾ പിന്നീട് അതിൽ നിന്ന് വഴിമാറി നടന്ന വ്യക്തികളുടെ പല അനുഭവങ്ങളിലും അവർ രാഷ്ട്രീയ പാർട്ടികളിൽ അവരുടെ സംഘടനകളിൽ നിന്ന് അകന്നു പോകുന്നവർ, അല്ലെങ്കിൽ അവർക്ക് പരിക്കുകൾ പറ്റി അകന്നു പോകുന്നവരെ സായുധമായി അല്ലെങ്കിൽ ശാരീരികമായ ഉന്മൂലനമാണ് നടത്തുന്നതെങ്കിൽ, ഇത്തരം മത രംഗത്തുള്ള സംഘടനകൾ സാമൂഹ്യ വധശ്രമങ്ങളാണ് നടത്തുന്നത്, അവരുടെ സാമൂഹ്യ ബന്ധങ്ങളെ തന്നെ നിശ്ചലമാക്കുന്ന ഇടപെടലുകളാണ് നടത്തുന്നത് എന്ന് സംഘടനാ പരിസരത്ത് ജീവിക്കുകയും പിന്നീട് അത് വിട്ടുപോവുകയും ചെയ്ത ചില ആളുകളൊക്കെ കേരളത്തിൽ അറിയപ്പെടുന്ന പല ആളുകളുടെയും എഴുത്തുകളിലും പ്രസംഗങ്ങളിലും ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അത്തരം ഒരു കാര്യം യാഥാർത്ഥ്യം തന്നെയാണ്. യാഥാർത്ഥ്യമാണ്. സംഘടനകൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ. യാഥാർത്ഥ്യമാണ്. ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം ആ സംഘടന വിട്ടുപോയ ഒരാള് പിന്നീട് വളരാതിരിക്കണം എന്ന് പറയുന്നത് സംഘടനയുടെ ഒരു ആഗ്രഹം. ഇപ്പോ ഫാഷിസ്റ്റ് സ്വഭാവമുള്ള സംഘടനയാണെങ്കിൽ അവർ വ്യക്തിയെ തന്നെ ഉന്മൂലനം ചെയ്യുകയുള്ളൂ. കേരളത്തിൽ പ്രധാനമായും അത് ചെയ്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വ്യക്തി അവരുടെ സ്വത്തായിട്ടാണ്, അവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയായിട്ടാണ് അവർ കാണുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു സംഘടനയുടെ ഒരാൾ വളർന്നു കഴിഞ്ഞാൽ അത് സംഘടനയുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ആ പ്രോപ്പർട്ടി വേറെ ഉപകാരപ്പെടരുത്. അപ്പം ആ ഒരു കാഴ്ചപ്പാട് തന്നെ അതിൽ സംഘടന സ്വയം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു തിന്മയാണത്. സംഘടനാ ബാഹ്യത. സംഘടന ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് തന്നെയാണ് ഓരോ സ്ട്രക്ചറും സ്വയം ഉൽപ്പാദിപ്പിക്കുന്ന ചില തിന്മകളല്ല, സ്ട്രക്ചറിന്റെ തന്നെ ഭാഗമായിട്ട് രൂപപ്പെടുന്ന തിന്മ. അപ്പം എന്റെ ഒപ്പും ചോറും തിന്ന് ഫിറാവ് മൂസാനോട് ചോദിച്ചിട്ട്, കൊട്ടാരത്തിലെ ഒപ്പും ചോറും തിന്ന് ജീവിച്ച നീയാണോ എനിക്കെതിരെ പുതിയ മുദ്രാവാക്യവും പുതിയ നിലപാടൊക്കെ ആയിട്ട് വരുന്നത്? ഇങ്ങനെ
ഒരു സംഘടനയിൽ വളർന്ന ഒരു വ്യക്തിയെ കുറിച്ച് സംഘടന വെച്ച് പുലർത്തുന്ന നിലപാട് എന്താണെന്ന് ചോദിച്ചാൽ, സംഘടനയുടെ ഉപ്പും ചോറും തിന്നിട്ട് സംഘടന വിട്ടുപോയി കളയുന്നു. ഈ ഒരു എന്താ പറയാ, യഥാർത്ഥത്തിൽ ഇത് ഭൗതികമായ വ്യാഖ്യാനമാണ്. യഥാർത്ഥത്തിൽ മുസ്ലിം സംഘടനകളെ ഇത്തരം കാര്യങ്ങളൊക്കെ കാണേണ്ടത് വളരെ ഉയർന്ന ഒരു ആത്മീയ തലത്തിലായിരുന്നു. കാരണം എല്ലാ മുസ്ലിം സംഘടനകളുടെയും അംഗീകൃത നിലപാട് എന്ന് ചോദിച്ചാൽ സംഘടന ഉമ്മത്തിന് ഈക്വൽ അല്ല എന്നാണ്. സംഘടനയിലേക്ക് വരാൻ പോകാം. സംഘടന അടിസ്ഥാന സത്യമല്ല, സംഘടന മൗലിക സത്യമല്ല, സംഘടന താൽക്കാലികമാണ്, രൂപമാണ്, ടൂളാണ്. പക്ഷേ ഇത് തത്വമായിരിക്കും. തന്നെ പ്രയോഗത്തിൽ വരുമ്പോൾ സംഘടന വിട്ടുപോകുന്ന ആളെ, ദീന് വിട്ടുപോകുന്ന ആളെ പോലെ, അല്ലെങ്കിൽ കുലദ്രോഹിയെ പോലെ, കുലംകുത്തിയെ പോലെ, ദീനിനും സമുദായത്തിനും അള്ളാഹ്ക്ക് ഇതിലൊക്കെ യുദ്ധം ചെയ്യുന്ന ആളുകളെ പോലെ കണ്ടിട്ട് ഈ പറയുന്നത് പോലെ സമൂഹത്തിൽ അവർ എടുക്കാച്ചരക്കായി മാറണം. എന്റെ സംഘടന വിട്ടുപോയ ഒരാൾക്ക് പിന്നീട് സമൂഹത്തിൽ തലയുയർത്തി ജീവിക്കാൻ കഴിയാതിരിക്കലാണ് സംഘടനയുടെ വിജയം എന്ന് സങ്കല്പിക്കുകയും എന്ന് നിരീക്ഷിക്കുകയും ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ സംഘടനകൾ സ്വയം പിന്നോട്ട് പോകേണ്ടതുണ്ട്. പക്ഷെ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് വ്യക്തികൾക്ക് വളരാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം നിലവിലുണ്ട് എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ നടത്തിയ സംഭാഷണങ്ങളേറെയും ഇപ്പോൾ സംഘടനകള്, മുസ്ലിം സംഘടനകള്, ഇസ്ലാമിക സംഘടനകള്, അതിന്റെ അപജയം, അതിന്റെ സാമൂഹ്യ പരിസരത്ത് നിന്നൊക്കെയാണ്. NRC വിരുദ്ധ സമരം സംഘടനാമുക്തമായ ഒരു ഐക്യത്തിന് ഇന്ത്യയിലെ മുസ്ലിം ഉമ്മത്തിനെ പ്രേരിപ്പിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തതായി നമ്മൾ കണ്ടിട്ടുണ്ട്. മുഖ്യധാര മുസ്ലിം സംഘടനാ നേതൃത്വത്തെക്കാൾ മുസ്ലിം സമൂഹത്തിൽ നിന്ന് വിദ്യാർത്ഥികളായ ഒരു നേതൃനിര വളർന്നു വരികയും ആ നേതൃനിരയോട് ഐക്യപ്പെടുന്ന സെക്യുലർ സമൂഹം മുന്നോട്ട് വരികയും അങ്ങനെ സംഘടനകൾക്ക് അതീതമായ ഒരു ഐക്യത്തിന്റെ സാധ്യതകൾ ഇന്ത്യയിൽ NRC വിരുദ്ധ സമരങ്ങളിലൂടെ ഒരു മാതൃകയായി നമുക്ക് കാണാൻ കഴിയും. ഒരു പക്ഷേ അത് ചെറിയൊരു മിന്നലാട്ടങ്ങളാണെങ്കിലും വേറെ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ്. പക്ഷെ ആ സമരത്തിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ വീണ്ടും അത്തരം പ്രതീക്ഷകൾ ഇടക്കാലത്ത് മങ്ങിപ്പോകുന്ന, വീണ്ടും സംഘടനാ സ്വഭാവങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന ഒരവസ്ഥ തന്നെ. ഇന്ത്യയിലെ ഒരു ഫാഷിസ്റ്റ് സാമൂഹ്യ ഘടനയിൽ ഇനിയും ഇത്തരം പരീക്ഷണങ്ങൾ, പ്രതീക്ഷകൾ പുലർത്തുന്ന ഒരു നവോത്ഥാനം സാധ്യമാകുമെന്ന് സംഘടനാമുക്തമായ ഒരു ഐക്യനിര, അത് മതസമൂഹങ്ങൾ മാത്രമല്ല സെക്യുലർ സമൂഹങ്ങൾ അടക്കം മതസമൂഹങ്ങളുമായി ചേർന്നുള്ള ഒരു ഐക്യനിര സാധ്യമാകുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ട്? സാധ്യമാകുമെന്ന് വിശ്വസിക്കുന്നു, സാധ്യമായേ പറ്റൂ എന്ന് അഭിപ്രായപ്പെടുകയും ചെയ്യാം. പിന്നെ ഈ NRC സമരവുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ട ഒരു അന്തരീക്ഷമുണ്ടല്ലോ, ഒരു ഉണർവുണ്ടല്ലോ, അതിന് പ്രത്യേകിച്ച് പോറലൊന്നും ഏറ്റിട്ടില്ല. പോറലേറ്റ് എന്ന ഫീലിംഗ് നമുക്ക് തോന്നുന്നത് പൊതുവിൽ ഒരു സോഷ്യൽ അവയർനെസ് അല്ലെങ്കിൽ സാമൂഹ്യ ഇടപെടലിന്റെ ഒരു അന്തരീക്ഷം ഈ കോവിഡ് കൊറോണ കാലഘട്ടം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നതിൽ നിന്നായിരിക്കാം. പിന്നെ ഈ സോഷ്യൽ മീഡിയയിലെ ഇടപെടൽ വഴിയും അങ്ങനെ തോന്നാൻ കഴിയും, സാധ്യതയുണ്ട്. സോഷ്യൽ മീഡിയയിൽ സംഘടനാ പ്രവർത്തകർ ഒരു സംസ്കാരവും ഒരു പരസ്പര ബന്ധവും പരസ്പര യോജിപ്പിന്റെ തലങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങളൊന്നും നടത്തുന്നില്ല എന്നത് വലിയൊരു നെഗറ്റീവ് തന്നെയാണ്. അതിനെയും ഇൻഷാല്ലാ മറികടക്കും നമുക്ക് പ്രതീക്ഷിക്കാം. എന്തിനാണ് നമുക്ക് വിഷയത്തിലേക്ക് മടങ്ങി വരാം. അതായത് ഈ RSS അല്ലെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തോടുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയുടേതായ ഒരു റെസ്പോൺസ് രൂപപ്പെട്ടിട്ടുണ്ട്. കമ്മ്യൂണിറ്റി ഒട്ടും കമ്മ്യൂണലിസം ഇല്ലാതെ, അതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒട്ടും കമ്മ്യൂണലിസം ഇല്ലാതെ അത് അബ്സർവ് ചെയ്തിരിക്കുകയാണ്. അതിൽ ഏറ്റവും മികച്ച ഒരു പ്രതീകമാണ് ജുമാ മസ്ജിദിൽ സമരത്തിന് നേതൃത്വം കൊടുത്തത് ചന്ദ്രശേഖർ ആസാദ്. ജുമാ മസ്ജിദ് എന്ന് പറയുന്നത് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ മക്കയാണ്, ഇന്ത്യൻ മുസ്ലിങ്ങളുടെ കാബയാണ്, ഇന്ത്യൻ മുസ്ലിങ്ങളുടെ മസ്ജിദുൽ ഹറാമാണ്. ജുമാ മസ്ജിദിൽ ഒരു സമരം രൂപം കൊള്ളുക എന്ന് പറയുന്നത് അത് ഇന്ത്യ ഒട്ടുക്കും ഒരു സമര തീവ്രത ഉത്പാദിപ്പിക്കാൻ സഹായമാണ്. ആരാണ് ജുമാ മസ്ജിദ് സമരത്തിന് ലീഡർഷിപ്പ് കൊടുത്തത് എന്ന് ചോദിച്ചാൽ ഇമാം ചന്ദ്രശേഖർ ആസാദ്. ചന്ദ്രശേഖർ ആസാദ് ജുമാ മസ്ജിദിലെ സമരത്തിന് നേതൃത്വം കൊടുത്തപ്പോൾ യാഥാസ്ഥികത്വത്തിന്റെയും അതുപോലെ തന്നെ പാരമ്പര്യ ചിന്തകളുടെ എല്ലാ വേലികെട്ടുകളും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് മുസ്ലിങ്ങൾ ഇമാം ചന്ദ്രശേഖർ ആസാദ് എന്ന് പറഞ്ഞു. അത് വലിയൊരു സംഭവമാണ്. അത് കേവലമായ ഒരു പ്രതീകാത്മകമായ ഒരു പേരുവിളി എന്നതിനപ്പുറം
ഒരു കാഴ്ചപ്പാടിന്റെ തന്നെ ഒരു അവതരണമാണ്. അങ്ങനെ ജുമാ മസ്ജിദിലെ സമരമായാലും ശരി, ജാമിയ മിലിയയിലെ സമരമായാലും ശരി, ഹൈദരാബാദിലെ സമരമായാലും ശരി, ഉത്തർപ്രദേശിലെ സമരമായാലും ശരി, ബാംഗ്ലൂർ, ചെന്നൈ, മൈസൂർ, കോഴിക്കോട്, തിരുവനന്തപുരം, മലപ്പുറം ഒക്കെ രൂപപ്പെട്ട സമര മുന്നേറ്റങ്ങൾ എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റി അവയർനെസ്, എംപവർമെന്റ് ഓഫ് മുസ്ലിം കമ്മ്യൂണിറ്റി ആയിട്ട് മാറിയിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയമില്ല. പരമ്പരാഗത ലീഡർമാർ ഒരു പരിധിവരെ അവരുടേതായ കാരണങ്ങളാൽ ഈ സമരത്തെ നയിക്കുന്നതിൽ പരാജയപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ മുൻനിരയിലേക്ക് ചാടി വരുന്നതിൽ അവർക്ക് വേണ്ടത്ര വിജയിക്കാൻ കഴിയാതെ വന്നപ്പോൾ യൂത്ത് ആൻഡ് സ്റ്റുഡൻസ് ലീഡർഷിപ്പ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് രൂപപ്പെടുകയും ആ അന്തരീക്ഷം അത് സൃഷ്ടിച്ച ഒരു ഉണർവ് എന്ന് പറയുന്നത് വലിയൊരു മൂലധനമാണ്. ഈ മൂലധനം നിലനിർത്തിക്കൊണ്ട്, ഈ മൂലധനത്തിൽ നിന്നുകൊണ്ടാണ് ഈ ഫാഷിസ്റ്റ് ഇന്ത്യയിലെ, മോദി ഭരിക്കുന്ന ഇന്ത്യയിലെ, അല്ലെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രം ആയി മാറിയിരിക്കുന്ന ഇന്ത്യ, അങ്ങനെ ഒരു വാക്ക് നമുക്ക് തീർച്ചയായും ഉപയോഗിക്കാവുന്നതാണ്. കഴിഞ്ഞ 5-ാം തീയതിയോടുകൂടി, ആഗസ്റ്റ് 5-ാം തീയതി, ആഗസ്റ്റ് 15-നെ റദ്ദ് ചെയ്തുകൊണ്ട് ആഗസ്റ്റ് 5 പറഞ്ഞു. ആഗസ്റ്റ് 15 എന്ന് പറയുന്നത് മതേതര ജനാധിപത്യ ഇന്ത്യയുടെ ജന്മദിനമാണെങ്കിൽ ആഗസ്റ്റ് 5 എന്ന് പറയുന്നത് ഹിന്ദുത്വ ഇന്ത്യയുടെ ജന്മദിനമായി മാറുകയും. പ്രധാനമന്ത്രി തന്നെ രാമക്ഷേത്രത്തിന് തറക്കല്ലിട്ടുകൊണ്ട് ഹിന്ദുത്വ രാഷ്ട്ര പ്രഖ്യാപനം അദ്ദേഹം നടത്തി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒരു മതേതര ഇന്ത്യയിലെ, അല്ലെങ്കിൽ ഒരു ജനാധിപത്യ ഇന്ത്യയിലെ, അല്ലെങ്കിൽ ഒരു സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിന്റെ അകത്തുള്ള എക്സ്പീരിയൻസ് അല്ല ഇനി ഇസ്ലാമിക സമൂഹത്തിന് ഉണ്ടാകാൻ പോകുന്നത്. തീർച്ചയായും ഈ ഇന്ത്യയിൽ ഇസ്ലാമിക സമൂഹത്തെയാണ് കൺസോളിഡേറ്റ് ചെയ്യേണ്ടത്, ഇസ്ലാമിക സമൂഹത്തെയാണ് രാഷ്ട്രീയവൽക്കരിക്കേണ്ടത്, ഇസ്ലാമിക സമൂഹത്തെയാണ് മതപരമായും സാംസ്കാരികമായും ശക്തിപ്പെടുത്തേണ്ടത്, ഏതെങ്കിലും ഒരു സംഘടനയല്ല. അതുകൊണ്ട് സംഘടനകൾ അവരുടെ ഡെൻസിറ്റി കുറക്കുകയും അതിനെ ടൂളായിട്ട് കാണുകയും മുസ്ലിം സമൂഹത്തിൽ പൊതുവായി രൂപം കൊള്ളുന്ന ലീഡർഷിപ്പിനെ അംഗീകരിക്കുകയും പ്രത്യേകിച്ചും യൂത്ത് ആൻഡ് സ്റ്റുഡൻസ് ലീഡർഷിപ്പിൽ വിശ്വാസം അർപ്പിക്കുകയും പുതുതലമുറയുടെ സ്വപ്നങ്ങളെയും താല്പര്യങ്ങളെയും ഇസ്ലാമികമായ ബേസിൽ നിന്നുകൊണ്ട് ഉൾക്കൊണ്ട് മനസ്സിലാക്കി വികസിപ്പിച്ച് അതിനോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന സവിശേഷമായ ഒരു നവോത്ഥാന ധാര രൂപം കൊള്ളുക തന്നെ ചെയ്യും. അവിടെ പണ്ഡിതന്മാർ അവരുടെ ദൗത്യം നിർവഹിക്കണം, എഴുത്തുകാർ അവരുടെ ദൗത്യം നിർവഹിക്കണം, മാധ്യമങ്ങൾ അവരുടെ ദൗത്യം നിർവഹിക്കണം, സ്ഥാപനങ്ങൾ അവരുടെ ദൗത്യം നിർവഹിക്കണം. അങ്ങനെ മുസ്ലിം ഉമ്മത്താകെ ഒരു ഇസ്ലാമിക് മൂവ്മെന്റായി മാറുകയാണ്. ആ ഇസ്ലാമിക് മൂവ്മെന്റിന്റെ അകത്ത് ഘടകകക്ഷി എന്ന നിലക്കാണ് അവശേഷിക്കുന്ന അല്ലെങ്കിൽ നിലനിൽക്കുന്ന സംഘടനകൾ സ്വയം സ്ഥാനം നിലനിർത്തേണ്ടത്. അല്ലാതെ വലിയേട്ടൻ മനോഭാവങ്ങളോ ഞങ്ങളുടെ കയ്യിൽ മാത്രമാണ് പൂർണ്ണ ഇസ്ലാം എന്ന് പറയുന്ന ധാരണകളോ അത്തരം അവകാശവാദങ്ങളോ ഉയർത്തുന്നത് അവസാനിപ്പിച്ചുകൊണ്ട് ഉമ്മത്ത് എന്ന് പറയുന്ന വിശാലമായ ക്യാൻവാസിന്റെ അകത്തെ ആക്റ്റീവ് ഘടകങ്ങളായിട്ട്, ക്രിയാത്മക ഘടകങ്ങളായിട്ട് സംഘടനകളും സ്ഥാപനങ്ങളും സംവിധാനങ്ങളും വ്യക്തികളും മാറുകയും വ്യക്തികൾക്ക് പരമാവധി സ്വാതന്ത്ര്യം നൽകുകയുമാണ്. വ്യക്തി ദുർബലപ്പെട്ട് കഴിഞ്ഞാൽ നവോത്ഥാനം ദുർബലപ്പെടും. സംഘടനാ സംവിധാനത്തിന്റെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ വ്യക്തിയുടെ പ്രതിഭയെ അത് പരമാവധി ദുർബലപ്പെടുത്തിയിട്ട് സംഘടനാവൽക്കരിക്കുന്നു എന്നുള്ളതാണ്. അതേവസരം നാലിമാമികളുടെ കാലഘട്ടത്തിൽ വ്യക്തികൾക്ക് ശക്തരായിരുന്നു, മുഹദ്ദിസുകളുടെ കാലഘട്ടത്തിൽ വ്യക്തികൾ ശക്തരായിരുന്നു, ഗസാലിയുടെ കാലഘട്ടം, മുഹീദ്ദീൻ ഷേഖിന്റെ കാലഘട്ടം, ഇബ്നു തൈമിയുടെ കാലഘട്ടം എന്നൊക്കെ പറയുന്നത് നയിക്കുന്ന വ്യക്തികൾ അതിശക്തരായിരുന്നു. അങ്ങനെ വ്യക്തികൾ ശക്തി പ്രകടിപ്പിച്ച് സ്വതന്ത്രമായി മസ്തിഷ്കവും ഹൃദയവും ശക്തിപ്പെടുത്തിയിട്ട് ബുദ്ധിയും ആത്മാവും ശക്തിപ്പെടുത്തിയിട്ട് ഇസ്ലാമിക സമൂഹത്തിന്റെ മുൻനിരയിൽ അവർക്ക് കടന്നു വരാനും അവരുടെ ദൗത്യം ഇഖ്ലാസോടുകൂടി അള്ളാഹുവിനോട് മാത്രമേ കടപ്പാടുള്ളൂ, അള്ളാഹുവിന്റെ റസൂലിനോട് മാത്രമേ കടപ്പാടുള്ളൂ, ദീനിന്റെ താല്പര്യങ്ങളോട് മാത്രമേ കടപ്പാടുള്ള കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാനും കഴിയുന്ന ഒരു അന്തരീക്ഷം വരാൻ പോവുകയാണ്. അത് വന്നു കഴിഞ്ഞാൽ മാത്രമേ, അതിനുള്ള ഒരു ഇടം സംഘടനകൾ അനുവദിച്ചാൽ മാത്രമേ ഈ ഹിന്ദുത്വ ഇന്ത്യയിലെ ഇസ്ലാമിക് മൂവ്മെന്റ് അതിന്റെ എല്ലാ ശക്തിയോടും കൂടി പ്രസിച്ച് മുന്നോട്ട് വരികയുള്ളൂ. എന്തിനാണ് ഇസ്ലാം എവിടെയും സ്ഥാപിക്കില്ല? ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, ഇസ്ലാം എവിടെയും സ്ഥാപിക്കില്ല. രണ്ട്, സംഘടനാവൽക്കരിക്കപ്പെട്ട ഈ ഒരു സ്തംഭനാവസ്ഥ മറികടക്കുവാനുള്ള വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ തുറന്നു തരും. അങ്ങനെ തുറന്നു തന്നതിന്റെ വലിയൊരു ലക്ഷണമായിട്ട് നമുക്ക് NRC കാലഘട്ടത്തെ വിലയിരുത്താവുന്നതാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഇസ്ലാമിക സമൂഹത്തിന്റെ
തലത്തിൽ നിന്നൊക്കെ നിങ്ങൾ ഇത്ര ഗൗരവമായി ആഴത്തിൽ നോക്കി കാണുമ്പോൾ തന്നെ NRC വിരുദ്ധ സമരത്തിന്റെ ഒരു ഘട്ടത്തിന് ശേഷം നമ്മുടെ പ്രാദേശിക പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ പ്രായോഗിക രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്ന വേളയിൽ നാം വീണ്ടും കാണുന്നത്, പ്രത്യേകിച്ച് കേരളത്തിൽ മുസ്ലിം സംഘടനകൾ തന്നെ പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ മുന്നണി പരീക്ഷണങ്ങളെ, നിരന്തരമായി ആവർത്തിച്ച മുന്നണി പരീക്ഷണങ്ങളെ തന്നെ വീണ്ടും എടുത്തണിയുന്ന സമീപനങ്ങളിലേക്കാണ് നാം കാണുന്നത്. അത്തരം ഒരു പരമ്പരാഗത മുന്നണി രാഷ്ട്രീയത്തിന് ഇനിയും ഇന്ത്യ പോലുള്ള അല്ലെങ്കിൽ നമ്മുടെ കേരളം പോലുള്ള നമ്മുടെ സാമൂഹ്യ പരിസരത്ത് ഒരു സമഗ്രമായ മുഴുവൻ മനുഷ്യരുടെയും ഒരു വിമോചനം സാധ്യമായ, രാഷ്ട്രീയ ഉള്ളടക്കം സാധ്യമായ ഒരു മുന്നേറ്റത്തിന് സാധ്യമാക്കുമോ എന്ന വീണ്ടും ചോദ്യം ഉയരുന്ന ഒരു ഘട്ടം കൂടിയാണ്. അപ്പോൾ NRC സമരം പോലുള്ള ഒരു വലിയ ഒരു മുന്നേറ്റത്തിന് ശേഷം വീണ്ടും പഴയ പ്രായോഗിക രാഷ്ട്രീയത്തിലേക്ക് നവോത്ഥാന സംഘടനകൾ എന്ന് അവകാശപ്പെടുന്ന ആളുകൾ വരെ വീണ്ടും ആ വഴിയിലേക്ക് തന്നെ കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ പ്രായോഗിക രാഷ്ട്രീയത്തെ ഇസ്ലാമിക സമൂഹം എന്ന അർത്ഥത്തിൽ ഇസ്ലാമിക പണ്ഡിതർ എങ്ങനെ നോക്കിക്കാണണമെന്നാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? രാഷ്ട്രീയ പ്രവർത്തനം ആയാലും മറ്റിതര പ്രവർത്തനങ്ങളായാലും അതിന്റെ ഐഡിയോളജിക്കലായ വശങ്ങളും പ്രായോഗിക വശങ്ങളും പരസ്പരം വിരുദ്ധമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് പറയാനും വിലയിരുത്താനും വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഇന്ത്യയിലെയും കേരളത്തിലേക്കും മുസ്ലിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൽ ഈ നാഷണൽ അടിസ്ഥാനത്തിലാണെങ്കിൽ ഇതിനേക്കാളും കുറച്ചും കൂടി മെച്ചപ്പെട്ട അന്തരീക്ഷമുണ്ട്. പുതിയ മൂവ്മെന്റുകൾ രൂപപ്പെടുത്താനും ജനകീയ ഉണർവുകൾ സൃഷ്ടിക്കാനും വൻ സംഘടനകളെ അസ്തമിപ്പിക്കുന്ന, നിഷ്പ്രഭമാക്കുന്ന പുതിയ പരീക്ഷണങ്ങൾ നടത്താനൊക്കെയുള്ള ഒരു കാലാവസ്ഥ സ്റ്റേറ്റുകളിലും പ്രദേശങ്ങളിലും നഗരങ്ങളിലൊക്കെ കേരളത്തിന് പുറത്ത് നിലനിൽക്കുന്നുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ രാഷ്ട്രീയമായ എന്താ പറയാ ഒരു പക്ഷപാതിത്വം, നേരത്തെ സംഘടനയും ജാതി എന്ന് പറഞ്ഞത് മാതിരി രാഷ്ട്രീയ പാർട്ടികളും ജാതികളായി മാറിപ്പോയ, രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്ഥിരം അണികളുള്ള, ഒരു സമുദായത്തിന് സ്ഥിരം അണികളുള്ള മാതിരി രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്ഥിരം അണികളുള്ള, രാഷ്ട്രീയ പാർട്ടികൾ എത്ര മ്ലേച്ഛപ്പെട്ടാൽ ഇപ്പോ ഇടതുപക്ഷം എന്ന വാക്കുകൾ ഇപ്പോഴും ആളുകൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ, ഇനിയും ഒരുപാട് ആളുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ഇടതുപക്ഷം എന്ന് കേരളത്തിൽ അസ്തമിച്ചു പോയിട്ടുണ്ട്. ഇടതുപക്ഷ സ്വഭാവമോ ഇടതുപക്ഷ സംസ്കാരമോ ഇല്ല എന്ന് മാത്രമല്ല, വലതുപക്ഷത്തിൻ്റെതായ സർവ്വജനതകളും പേറുന്ന ഇടതുപക്ഷത്തിനുമുണ്ട് സ്ഥിരമണികൾ. അപ്പോൾ ഈ സംഘടനകളിലൊക്കെ സംഭവിക്കുന്ന ജീർണതകൾക്കനുസരിച്ച് സംഘടന തന്നെ റദ്ദായി പോകുന്ന ഒരു ചുറ്റുപാടാണ് യഥാർത്ഥത്തിൽ വിപ്ലവം നടക്കാൻ വേണ്ടത്. വിപ്ലവം നടന്നില്ലെങ്കിലും വലിയ മാറ്റങ്ങൾ ഇന്ത്യക്ക് പുറത്ത് ഇത്തരം സംഘടനാ അസ്തമയങ്ങൾ കൊണ്ട് സംഭവിച്ചു ഒരു ഘട്ടത്തിൽ. അങ്ങനെയായിരുന്നു ദലിത് ബഹുജൻ പ്രസ്ഥാനങ്ങളൊക്കെ രൂപപ്പെട്ടത്. കേരളത്തിൽ അത് സാധിക്കില്ല. ഈ സാധിക്കായ്മയിൽ നിന്ന് അതാണ് ഇവിടെ സംഭവിക്കുന്ന ദുരന്തം, വലിയ ദുരന്തമാണ്. ഈ സാധിക്കായ്മയിൽ നിന്ന് ഇതിനെ മറികടക്കാൻ വന്നവർ ഇതിന്റെ ഭാഗമായി ചെയ്തത് എന്നാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ എന്താ പറയാ ഒബ്വിയസ്ലി വൈരുദ്ധ്യം, വലിയൊരു തമാശ, വലിയൊരു പതനമായിട്ട് നമുക്കിതിനെ വിലയിരുത്താം. കാരണം കേരളത്തിലെ UDF LDF ദ്വന്ദ്വത്തെ മറികടക്കാൻ വേണ്ടി കടന്നു വന്ന എല്ലാ രാഷ്ട്രീയ പരീക്ഷണങ്ങളും ഒന്നുകിൽ UDFന്റെ ഭാഗമാകുന്നു അല്ലെങ്കിൽ LDFന്റെ ഭാഗമാകുന്നു എന്ന അതീവ ഗുരുതരമായ ഒരു രാഷ്ട്രീയ പതനമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നിരൂപണം നടത്താനല്ലാതെ എങ്ങനെ ഇതിനെ മറികടന്നുകൊണ്ട് കേരളത്തിൽ ആൾട്ടർനേറ്റീവായ ബദലായ ഒരു നവരാഷ്ട്രീയം കെട്ടിപ്പടുക്കാൻ കഴിയുമെന്ന കാഴ്ചപ്പാട് എവിടെയും രൂപപ്പെട്ടിട്ടില്ല. രൂപപ്പെടണമെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മൂലധനം അതിന് സന്നദ്ധരാകുന്നവരുടെ കൈവശം വേണം. അത് മറ്റൊന്നുമല്ല, പാർലമെന്ററി വ്യാമോഹം ഇല്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് ഒരു മൂവ്മെന്റ് ഉണ്ടാക്കാം. പക്ഷേ പഴയ പ്രസ്ഥാനങ്ങളും പുതിയ പ്രസ്ഥാനങ്ങളും ന്യൂ ജനറേഷൻ മൂവ്മെന്റുകളും അതുപോലെ തന്നെ ഐഡിയോളജിക്കലായ സംവിധാനങ്ങളുടെ ഭാഗമായി രൂപപ്പെട്ട രാഷ്ട്രീയ പരീക്ഷണങ്ങളും എല്ലാം തന്നെ വളരെ ഇമ്മീഡിയറ്റ് ആയ പാർലമെന്ററി മോഹങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എന്നതുകൊണ്ട് കേരളത്തിലെ വൻകിട അമ്മാവൻ പാർട്ടിക്കാർ ഒരുപക്ഷെ ഉള്ളിൽ ചിരിക്കുന്നുണ്ടാകും. ഇവരൊക്കെ നമ്മളെ നന്നാക്കാൻ വന്നവരാകുന്നല്ലോ, ഇവരെയൊക്കെ ഞങ്ങൾ വിഴുങ്ങിയല്ലോ എന്നൊരു പക്ഷെ അവർ ഉള്ളാലെ ചിരിക്കുന്നുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്.
അതുകൊണ്ട് പാർലമെന്ററി വ്യാമോഹം ഒഴിവാക്കിക്കൊണ്ടും ഐഡിയോളജിക്കലായ പ്ലാറ്റ്ഫോമിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടും ദീർഘകാല പ്രവർത്തനത്തിലൂടെ നവരാഷ്ട്രീയ സംസ്കാരം കെട്ടിപ്പടുക്കാനുള്ള ഒരു 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 ആദർശ ധീരതയുള്ള ലീഡർഷിപ്പ് കേരളത്തിൽ വരാത്ത കാലത്തോളം ഏത് നവരാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നേരത്തെ ഉണ്ടായിരുന്ന അമ്മാവൻ പാർട്ടികളുടെയും പരമ്പരാഗത തറവാട് പാർട്ടികളുടെയും ഒരു എന്താ പറയാ ഒരു ടീമോ ഘടകകക്ഷിയായി മാറുക എന്നത് സംഭവിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന അതാണ്. ഇതിനൊക്കെയുള്ള വളരെ മൂർത്തവും പ്രായോഗികമായ പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ, ഇമ്മീഡിയറ്റായ പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ പറയാനില്ല. ഇമ്മീഡിയറ്റായ പരിഹാരം ഉണ്ടാവുകയില്ല. ഒരു വലിയ തിന്മയെ മായ്ച്ചു കളയാൻ ഇന്നല്ലെങ്കിൽ നാളെ പരിഹാരം ഉണ്ടായിക്കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് തന്നെയാണ് തെറ്റ്. ഈ ചർച്ച, ഈ സംസാരം അവസാനിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ മതസംഘടന മുക്തമായി നിൽക്കുന്ന, കേരളം എന്ന് പറയുന്നത് ധാരാളം ഇസ്ലാമിക പണ്ഡിതന്മാരാൽ സമ്പന്നമായ ഒരു ലോകതലത്തിൽ തന്നെ എടുത്തു നോക്കിയാൽ ഒരു സമൂഹമാണ്, ഇസ്ലാമിക സമൂഹമാണ്. സംഘടനാ മുക്തമായ ധാരാളം പണ്ഡിതന്മാർ നമുക്ക് ഈ നാട്ടിലുണ്ട്. ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സംഭാവനകൾ അർപ്പിച്ച ചരിത്ര പുരുഷന്മാരും കേരളീയ സമൂഹത്തിൽ ഇസ്ലാമിക ലോകത്ത് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പാരമ്പര്യം പേറാവുന്ന സംഘടനാ മുക്തമായ ധാരാളം പണ്ഡിതന്മാർ നമുക്കുണ്ട്. ആ ഒരു സമൂഹത്തോട് ഒരു ഇസ്ലാമിക സ്വതന്ത്ര ചിന്ത, സംഘടനാ മുക്തമായ ഒരു സ്വതന്ത്ര ചിന്താ ലോകത്ത് നിന്നുകൊണ്ട് ഈ പുതിയ ലോകത്ത് എന്ത് സംഭാവനകൾ അർപ്പിക്കണമെന്നാണ് താങ്കൾ പറയാൻ ആഗ്രഹിക്കുന്നത്? അത് ഇതുവരെ പറഞ്ഞതിൽ ആ ഒരു കാഴ്ചപ്പാടുണ്ട്. തീർച്ചയായിട്ടും ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയെ, ഉമ്മത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് ഒന്ന് അവർക്ക് ദീനിയായ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി നൽകിക്കൊണ്ടിരിക്കുക, ദുനിയാവിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ജീവിക്കുന്നതിന് പകരം ദീനിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ജീവിക്കുവാൻ മുസ്ലിം സമൂഹത്തെ ഉത്ബോധിപ്പിക്കുന്ന മേഖലയിൽ അവർ സജീവ സാന്നിധ്യം അറിയിക്കണം. രണ്ടാമത്തേത്, ആത്മാഭിമാന ബോധമുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിട്ട്, ഒരു ഉമ്മത്താക്കിയിട്ട് ഈ ഉമ്മത്തിനെ വളർത്തി ഉയർത്തിക്കൊണ്ടുവരാൻ അവർക്ക് വലിയ. അപ്പോൾ ഖുർആൻ പരിശോധിച്ചു കഴിഞ്ഞാൽ ചരിത്രമാണ് ഖുർആനിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് എന്ന് നമുക്ക് പറയാൻ കഴിയും. ചരിത്രം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിലല്ല. ഇന്ന വർഷത്തിൽ ഒരാൾ ജനിച്ചു എന്നോ ഇന്ന വർഷത്തിൽ ഒരാൾ മരിച്ചു എന്നോ ഖുർആനിലില്ല. പക്ഷെ ഖുർആൻ ചരിത്രത്തിൻ്റെതായ കണ്ടന്റ് ആവർത്തിച്ച് നിങ്ങൾ തോറ്റിയെന്ന് വിലയിരുത്തുന്നവരെ ജയിച്ചവരായിട്ട് ഖുർആൻ അവതരിപ്പിക്കും. കിണറ്റിലെറിയപ്പെട്ട യൂസുഫ് രാജ്യത്തിന്റെ പരമാധിപത്യമുള്ള നേതാവായി ഉയരുന്നു. ഇതാണ് സൂറ യൂസുഫിന്റെ സന്ദേശം. ഒരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രം. ഇനി ഈ ചരിത്രബോധത്തിലൂടെ ഇസ്ലാമിക സമൂഹത്തിന് ആത്മാഭിമാന ബോധമുള്ള സമൂഹമായിട്ട് വളരാൻ ഈ പണ്ഡിതന്മാരും ഉമറാക്കളും അവരതിന് പ്രാപ്തരാക്കുന്ന രീതിയിൽ സംസാരിച്ച് ലീഡ് ചെയ്യണം. മൂന്നാമത്തത്, സമ്പൂർണമായ അവർഗീയ ഉമ്മത്തായിട്ട് ഇതിനെ വളർത്തിയെടുക്കുക. വർഗീയമായ ശൈലിക്ക് ഒരു സാഹചര്യമാണ്. അതേ അവസരം ഹിന്ദുത്വ ഇന്ത്യ മുസ്ലിം സമുദായത്തെ വർഗീയവൽക്കരിക്കാൻ സഹായകമായിട്ടില്ല. തീർച്ചയായും ഇതിനെ മറികടക്കാൻ കഴിയണമെങ്കിൽ ആഴമുള്ള ഖുർആനിക അവബോധം. ഈ പണ്ഡിതന്മാർ ആഴമുള്ള ഖുർആനിക അവബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിക സമൂഹത്തെ യാ അയ്യുഹന്നാസ്, അത് ഖുർആനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് യാ അയ്യുഹന്നാസ്. അപ്പൊ യാ അയ്യുഹന്നാസ് എന്ന് വിളിക്കുന്ന ഒരു ഉമ്മത്തായിട്ട് കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, ഈ ഖുർആനിക സങ്കല്പങ്ങളെയൊക്കെ ഇതൊക്കെ മറന്നുപോയി, വിസ്മൃതമായി. ആ അർത്ഥത്തിലുള്ള ഒരു ഉമ്മ സങ്കല്പം ഇസ്ലാമിക സമൂഹത്തിൽ ശക്തിപ്പെടുത്താൻ വേണ്ടി ഇവർ യത്നിക്കണം. നാലാമതായിട്ട് അനുസരിക്കപ്പെടുന്ന ഒരു ഇസ്ലാമിക് ലീഡർഷിപ്പായിട്ട് ഇവർക്ക് സ്വയം മാറാൻ കഴിയും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമിക ലീഡർമാരോട് വളരെ ചെറിയ കാര്യങ്ങൾ ചോദിക്കും. തങ്ങളുടെ സാമൂഹ്യ രാഷ്ട്രീയ നിലപാടുകളെ നിർണ്ണയിക്കുന്ന പുറം ഏജൻസികളെ ആശ്രയിക്കുന്ന ഒരു അവസ്ഥ മുസ്ലിം കമ്മ്യൂണിറ്റി ഉണ്ട്. അതിനെ മറികടന്നുകൊണ്ട് മുസ്ലിമിന്റെ ജീവിതത്തെ സമഗ്രമായിട്ട് കേന്ദ്രീകരിക്കുന്ന ഒരു പ്രബോധന ലീഡർഷിപ്പ് ശൈലിയിലേക്ക് ഈ മുസ്ലിം പണ്ഡിതന്മാർ വളർന്നുയർന്നു വരണം. അവരവരുടെ സ്ഥാപനങ്ങളുടെ വൃത്തത്തിൽ നമ്മൾ പുറത്തു വരണം. അവരവരുടെ
പള്ളി മിമ്പറുകളുടെ പരിധിയിൽ നിന്ന് അവർ പുറത്തു കിടക്കണം. സൊസൈറ്റിയിൽ, സമൂഹത്തിൽ അവരുണ്ടാകണം. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം സമുദായത്തിലെ വ്യക്തികളുടെ സുഖദുഃഖങ്ങൾ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, അവരുടെ മെറ്റീരിയൽ നീഡ്സ്, ഭൗതികമായ നീഡ്സ് ആൻഡ് നെസസറീസ്, അവരുടെ ആത്മീയമായ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ഇതിലാണ് മുൻതൂക്കം, പരിഗണന. സ്വർഗവും പരലോകവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചപ്പാട് എന്നതോടൊപ്പം തന്നെ ഇസ്ലാമിന്റെ തന്നെ തലത്തിൽ നിന്നുകൊണ്ട് അവരുടെ നീഡ്സിന്റെയും നെസസറികളുടെയും ഒക്കെ പൂർത്തീകരണത്തിന് ഇസ്ലാമിക സമൂഹത്തിന് തന്നെ സാധിക്കും. അങ്ങനെ അണികളോടൊപ്പമുള്ള ഇമാമുകൾ, അയിമ്മകളുടെയും ഉലമാക്കളുടേതുമായ ഒരു ലീഡർഷിപ്പ് രൂപപ്പെടും. അപ്പൊ ഒരു കാര്യം കൂടി പറയേണ്ടി വരും. ഇമാമി എന്ന് പറയുന്നത് ഈ മുസ്ലിം സമുദായത്തിൽ പുറത്തുള്ള വലിയ പ്രതിസന്ധിയാണ്. നേതാവ് പ്രസിഡന്റിനെ അനുസരിക്കേണ്ട ഒരു തൊഴിലാളിയായിട്ട് മഹല്ല് കമ്മിറ്റിയിൽ നിന്നോ അല്ലെ സംഘടനാ പ്രസിഡന്റിൽ നിന്നോ ശമ്പളം പറ്റുന്ന ഒരു തൊഴിലാളി എന്ന കാഴ്ചപ്പാടിലാണ് ഇമാമ ഖത്തീബൊക്കെ നിർവഹിക്കുന്നത്. അതിനൊക്കെ മറികടക്കുവാൻ സ്വയം തന്നെ ഉത്കർഷത്തോടുകൂടി എന്നൊക്കെ പറയുന്ന ഇസ്ലാമിക സമൂഹത്തിന്റെ സാക്ഷാൽ ഇടപെട്ട് ഉയർന്നു വരണം, ഉണർന്നു വരണം. അങ്ങനെ സ്വയം ഉണരാൻ അവർ സന്നദ്ധരായാൽ തീർച്ചയായും തെറ്റായ ലീഡർഷിപ്പിനെ മറികടക്കാനും ശരിയായ ലീഡർഷിപ്പിനെ പുനഃസ്ഥാപിക്കാനും അങ്ങനെ തഖ്വിയത്തുൽ ഉമ്മ, ഇഹ്യാഉൽ ഉമ്മ, ഉമ്മത്തിന് ജീവൻ നൽകുന്ന ഒരു അന്തരീക്ഷം രൂപപ്പെടുത്താൻ കഴിയും. അതിന്റെയും ചില ലക്ഷണങ്ങൾ കഴിഞ്ഞ സമരകാലം ഉത്പാദിപ്പിച്ചിട്ടുണ്ട്. ഈ കൊറോണ ഘട്ടം അതിലൊക്കെ ചില സ്തംഭനാവസ്ഥകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് താമസിയാതെ സാമൂഹ്യ ജീവിതം അതിന്റെ പൂർണ്ണ ത്രെഡിലേക്ക്, അതിന്റെ ഒരു പൂർണ്ണമായ ഒരു ഹൈക്കിലേക്ക് ഉയർന്നു വരുമ്പോൾ തീർച്ചയായും ഈ കാഴ്ചപ്പാടുകളെയും ഈ ചിന്തകളെയൊക്കെ ഉണർത്തി വിടുന്ന ക്രമപരിപാടികളും ഇടപെടലുകളും ദേശീയാടിസ്ഥാനത്തിലും കേരളാടിസ്ഥാനത്തിലും ഒക്കെ മുസ്ലിം സമൂഹത്തിൽ രൂപപ്പെടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.